ഇത് കന്യാകുമാരിയുടെ ഒരു ഭാഗമാണ് കാണുന്നത്. ഇവിടെ കടലിലും കരയിലും അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവേകാനന്ദ പാറയിൽ നമ്മുടെ പ്രധാനമന്ത്രി ധ്യാനനിരതനായിരിക്കുന്നു. ഇവിടെ കരയിലും വെള്ളത്തിലും സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും കർമ്മനിരതരായിട്ട് ഇരിക്കുകയാണ്. രാജ്യം 7ാം ഘട്ടത്തിലും അവസാന ഘട്ടത്തിലെയും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ പ്രധാനമന്ത്രി നിശബ്ദമായിട്ട് വിവേകാനന്ദ പാറയിൽ ഇരിക്കുകയാണ്. 1991 ശേഷം 33 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ഈ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനത്തിൽ ഏർപ്പെടാനായിട്ട് എത്തിയത്. ഇവിടെ രാജ്യം അതീവ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്ന അവസരത്തിലാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ രാജ്യം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. പക്ഷേ ഈ അവസരത്തിൽ ദേശീയ മാധ്യമങ്ങളും എല്ലാം തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം കന്യാകുമാരിയിലാണ്. കാരണം 45 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ ധ്യാനം അവസാനിക്കുന്നിടം വരെയും അത് ദേശീയ തലത്തിൽ തന്നെ വാർത്താ പ്രാധാന്യത്തോടുകൂടി തന്നെ പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇനിയും 3ാം വട്ടവും തുടർച്ചയായിട്ട് അധികാരത്തിൽ വരും എന്ന് BJP കേന്ദ്ര നേതൃത്വം കരുതുന്നുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു കരുത്ത് സമ്പാദിക്കുക, മനസ്സിനെ മനനം ചെയ്യുക, സ്ഫുടം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വേണ്ട തരത്തിലുള്ള കരുത്ത് ആർജിക്കാൻ വേണ്ടിയാണ്. 2019 നരേന്ദ്രമോദി കേദാർനാഥിൽ ഈ ധ്യാനത്തിൽ ഏർപ്പെട്ടിരുന്നു. അത് 2019 മുതൽ 2024 വരെ ഇത്തരത്തിൽ ഒരു പവർ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇനിയും ഒരു 3ാം വട്ടത്തിലേക്കും ഒരു കരുത്ത് സമ്പാദിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഭാരതത്തിൻ്റെ ഈ തെക്കേ അറ്റത്ത് 3 സാഗരങ്ങളുടെ സംഗമ സ്ഥലമായ കന്യാകുമാരിയിൽ എത്തിയത്. 1991 എത്തിയ ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. അന്ന് ഡോക്ടർ മുരളി മനോഹർ ജോഷി നയിച്ച ഏകതാ യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന ഒരു സജീവ പ്രവർത്തകൻ. അതിനപ്പുറം ഒന്നും അല്ലായിരുന്നു നരേന്ദ്രമോദി. 33 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഇന്ന് രാജ്യത്ത് മാത്രമല്ല ഈ വാർത്ത ചർച്ച ചെയ്യപ്പെടുന്നത്, ലോകത്തുള്ള പല രാജ്യങ്ങളും നരേന്ദ്രമോദിയുടെ ഈ ധ്യാനത്തെക്കുറിച്ചും വിവേകാനന്ദ പാറയെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നാളെ വിവേകാനന്ദ പാറയിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹം ഗാന്ധി മണ്ഡപം സന്ദർശിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവിടെ സന്ദർശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ വാർത്താ പ്രാധാന്യമുണ്ടാകും. കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഗാന്ധിയെ പുറം ലോകം അറിഞ്ഞത് റിച്ചാർഡ് അറ്റൻബറോയുടെ ഗാന്ധി സിനിമയിലൂടെയാണ് എന്നാണ്. അപ്പോൾ ഗാന്ധി മണ്ഡപം സന്ദർശിക്കുമ്പോൾ അത് മറ്റൊരു തരത്തിലുള്ള വാർത്താ പ്രാധാന്യവും നേടും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും രാജ്യം 7ാം ഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിലേക്ക് നാളെ പോളിംഗ് ബൂത്തിൽ പോവുകയും പോളിംഗ് ബൂത്തിൽ നിന്ന് ആ ഘട്ടം പൂർണ്ണമാവുകയും ചെയ്യുമ്പോഴേക്കും ഇവിടെ നരേന്ദ്രമോദി ധ്യാനത്തിൽ നിന്നും ഉണരുകയും ചെയ്യും. പിന്നീട് അങ്ങോട്ടുള്ള 1-2 ദിവസം മാത്രം, ജൂൺ 4-ാം തീയതി മുതൽ നമ്മൾ ചിത്രം മറ്റൊരു തരത്തിലേക്ക് മാറുകയും ചെയ്യും.